മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 31-32 വാക്യങ്ങൾ. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സസ് 31 and 32. അനീതി കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതും അക്രമം കണ്ടിട്ട് ഒഴിഞ്ഞു മാറുന്നതും ശരിയല്ല. തിരുവചനം പറയുകയാണ്, ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തൂടെ കടന്നുപോയി. അതുപോലൊരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. ചെയ്യേണ്ടത് ചെയ്യാതെ ഒഴിഞ്ഞു മാറിയവരെ തെറ്റു ചെയ്തവരെക്കാൾ യോഗ്യന്മാരായി കർത്താവ് പരിഗണിച്ചു. ഗുണത്തിനും ദോഷത്തിനും പോകുന്നില്ല, തെറ്റും ശരിയും പ്രവർത്തിക്കാതിരുന്നു എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുവാൻ ശ്രമിക്കുന്നത് ഈശോയ്ക്ക് ചേർന്നതല്ല. കർത്താവ് തെറ്റ് ചെയ്തവനോട് ദയാലുവായിരുന്നു. കടമ നിവർത്തിക്കാതെ ഒഴിഞ്ഞു മാറിയവരെ താൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ മഗ്ദലേന മറിയത്തോടും സമറിയാക്കാരി സ്ത്രീയോടും ചുങ്കക്കാരനോടും കുരിശിലെ കള്ളനോടും ക്ഷമിക്കുവാൻ ഈശോ മടിച്ചില്ല. ഗൈഡ് പോസ്റ്റ് മാസികയിൽ ലാസിറ്റി എന്ന ഒരു കലാകാരന്റെ അനുഭവം എഴുതിയിരുന്നു. താൻ യാത്ര ചെയ്യുന്ന തീവണ്ടി മുറിയിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു യുവാവ് വഴിമാറി കൊടുത്തില്ലെന്ന കാരണം പറഞ്ഞ് അയാളെ അടിച്ചു. ഒട്ടും മടിക്കാതെ ആ യുവാവ് അവരെ തിരികെ പ്രഹരിച്ചു. തന്നെ മാനഭംഗം ചെയ്തു എന്ന് പറഞ്ഞ് സ്ത്രീ ബഹളമുണ്ടാക്കി. പോലീസ് യുവാവിനെ പിടികൂടി. യഥാർത്ഥം അറിയാമായിരുന്നെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. എന്തിന് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നാൽ ആ സിറ്റിയും ചിന്തിച്ചു. അദ്ദേഹം ഓഫീസിലെത്തി ജോലി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നിരപരാധിയായ യുവാവിന്റെ നിലയെപ്പറ്റിയുള്ള ചിന്താഭാരനിമിത്തം ഒന്നും ചെയ്യുവാൻ സാധിച്ചു. ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോണിൽ അന്വേഷിച്ചപ്പോൾ കേസ് കോടതിയിൽ കൊടുത്തു എന്നറിഞ്ഞു. കേസിന്റെ വിചാരണ ദിവസം ലാസറ്റി സ്വയം സാക്ഷിയായി ചെന്ന് സത്യമെല്ലാം കോടതിയെ അറിയിച്ചു. നമുക്ക് നേരിട്ട് ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞ് അനീതി കണ്ട് മിണ്ടാതിരിക്കുന്നത് ക്രൈസ്തവമല്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.